ജോയൽ ഇവിടെ ഉണ്ടോ? ജോയൽ ഇങ്ങ ഇരിക്കറാനാ? ജോയല് ആരാ? ജോയ് രണ്ട് ജോയൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. രണ്ട് ജോയൽ എന്തായാലും പ്രശ്നം കിടயாது. ഒരു മിറക്കിൾ ജോയലിനെ ഞാൻ കണ്ടു. ഒരു മിറാക്കിൾ ജോയൽ ജോയൽ മിറാക്കിൾ സൺ. ജോയൽ ഇനിയെങ്കിലും പറ. ഇനിമയാவது சொல்லுங்க. യേശു എന്റെ ആരാണ്? യേശു എന്റെ ആരാണ്? യേശു എന്റെ ആരാണ്? യേശു എന്റെ ആരാണ്? ജോയൽ മോനെ, ജോയൽ മോനെ, ജോയൽ മോനെ, ജോയൽ മോനെ. യേശു എന്റെ മിറക്കിളാണ്. യേശു എന്റെ മിറാക്കിളാണ്. യേശു എന്റെ മിറക്കിളാണ്. യേശു എന്റെ മിറാക്കിളാണ്. മിറക്കിളായിരിക്കും കേട്ടോ. നീ ഒരു അത്ഭുതമായി இருப்ப. മിറക്കിൾ സൺ. മിറാക്കിൾ സൺ. നിന്റെ പേരിനകത്തൊരു സക്സസ് ഉണ്ട്. ഉൻ പേരുக்குள்ளே ഒരു வெற்றி இருக்கிறது. ഒന്ന് ശക്തിയോടെ കൈയടിച്ച് நல்ல சத்தமா கையை தட்டி ஆண்டவரை மகிமைப்படுத்துங்க பார்க்கலாம். നിന്റെ പേരിന്റെ കൂടെ ഉൻ പേരോട് കൂടെ ജെ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഞാൻ കാണുന്നു. ജെ എന്ന് എഴുതപ്പെടുന്ന எழுத்து நான் பார்க்கிறேன். അപ്പൊ ജെ ഇൻഷ്യൽ അല്ലേ? അപ്പൊ ഇൻഷ്യൽ ജെ. കരമടിച്ച് കൈയെ തട്ടി. പുള്ളിയുടെ ഇൻഷ്യൽ പുള്ളി മറന്നു. അവരുടെ ഇൻഷ്യൽ അവരെ മറന്നിട്ടാரு. ജെ യേശു എന്റെ നിന്റെ അപ്പൻ ജീസസ് കേട്ടോ. ഉങ്ക അപ്പ യേശു. ഹല്ലേലൂയ. സാം ആരാണ്? സാം. സാം യാര്? സാം. സാം സുന്ദർ ആരാണ്? സാം സുന്ദർ. സാം സുന്ദർ യാര്? സാം സുന്ദർ. യെസ്. നിങ്ങളൊക്കെ ദൈവം ഭയങ്കര അത്ഭുതം. ആരോടും പറയാതെ ശൂന്യത കണ്ട് നിൽക്കുന്ന ദൈവ പൈതലേ, யாரோடும் சொல்லாமல் வெறுமையை பார்த்து இருக்கிற தேவ பிள்ளையே, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ കാണുക കേട്ടോ. இன்று இரவு பரிசுத்த ஆவி அவனை காண்கிறார். എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ, என்ன செய்ய வேண்டும் என்று தெரியாம, തലമുറയെ കുറിച്ച് വ്യാകുലപ്പെടുമ്പോൾ, பிள்ளைகளை குறித்து കവലപ്പെടുമ്പോൾ, അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെ എടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. அடுத்த அடி எப்படி வைக்க வேண்டும் என்று எண்ணிக்கொண்டிருக்கும். അടുത്തൊരു വഴി എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ, வேற வழி என்ன என்று யோசித்துக் கொண்டிருக்கும். മരിച്ചാൽ കൊള്ളാമായിരുന്നെന്ന് ചിന്തിക്കുമ്പോൾ, செத்தால் நலமாயிருக்கும் என்று எண்ணிக்கொண்டிருக்கும். ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, இன்று இரவு பரிசுத்த ஆவி என்று சொல்கிறார். ഒരു കാർമേഘം നീങ്ങി പോകുന്നത് പോലെ, ஒரு கார்மேகம் நீங்கி போவது போல, உன்னிலிருந்து ദുഷ്ട ശക്തികൾ മാറുന്നു. பொல்லாத வல்லமைகள் வெளியேறுகிறது. கையை தட்டி, ശക്തിയോടെ പത്താതെ நல்ல சத்தத்தை உயர்த்தி கைகளை தட்டி, യേശുവിടെ വന്നിട്ടുണ്ട്, യേശുവിടെ വന്നിട്ടുണ്ട്, യേശുവിടെ വന്നിട്ടുണ്ട്, യേശുവിടെ വന്നിട്ടുണ്ട്, യേശുവിടെ വന്നു കഴിഞ്ഞാൽ, യേശുവിടെ വന്നു കഴിഞ്ഞാൽ, യേശു വന്നാൽ ഇങ്ങനെയാ, 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 യേശു വന്നാൽ ഇങ്ങനെയാ. യേശു വന്നാൽ ഇങ്ങനെയാ. ഒരു റേച്ചലിന്റെ മേൽ ദൈവശക്തി ഇറങ്ങും. ഒരു റേച്ചൽ മേലെ ദേവ വല്ലം ഇറങ്ങി വരുகிறது. എവിടെ വൈഫ്? എവിടെ? എങ്ക വൈഫ്? എങ്ക? ഓടി വാ, ഓടി വാങ്ങ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോയലിനെ മാത്രം കണ്ടാ പോരാ, ജോയല മറ്റും പത്താത്. റേച്ചലിന് വിഷമം വരത്തില്ലേ? റേച്ചലുക്ക് കവലയായിരலையா? നിന്റെ കവല ഇപ്പൊ ദൈവം കണ്ടു. കവലയെ കത്തർ പാത്താ. ശരിയാണോ ഞാൻ പറഞ്ഞത്? சரிதான் நான் சொல்றேன். എന്റെ ഭർത്താവിനോട് മാത്രമാണ് ദൈവത്തിന് ഭയങ്കര ഇഷ്ടം. ஏன் கணவரை மட்டும்தான் ஆண்டவருக்கு பிடிக்குமா? അതുകൊണ്ടാ കർത്താവ് പേര് പറഞ്ഞു വിളിച്ചത്. அதனால ஆண்டவர் பேர் சொல்லி கூப்பிட்டார். എന്റെ പേര് മറന്നുപോയോ ദൈവമേ? ஏன் பேர் ஆண்டவர் மறந்துட்டீங்களாப்பா? ഇപ്പൊ അങ്ങനെ ചിന്തിച്ചില്ലേ? நீங்க அப்படி நினைச்சீங்கல்ல? நினைச்சல்ல? ഓടി ഓടി വാ. റേച്ചലിൽ നിന്ന് ജോസഫ് പുറത്തു വന്നതുപോലെ, റേച്ചലിടമിருந்து യോസേപ്പ് വെളിയെ വന്നതുപോലെ, ചില വാഗ്ദത്തങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടും. റേച്ചലിൽ നിന്ന് വന്ന വാഗ്ദത്തത്തിന്, റേച്ചലിടമിருந்து വന്ന വാഗ്ദത്തങ്ങൾ ഇങ്ങനെയാ പറയുന്നേ. இப்படி சொல்றேன். അത് മതിലിന്മേൽ തളിർക്കും, அது சுவரின் மேலே படரும், അത് നീരൊഴുക്കിന്റെ അരികിൽ നിൽക്കും, அது நீரோட அருகில் இருக்கும். ഈ പട്ടണത്തിനകത്ത്, இந்த பட்டணத்துக்குள்ள നിന്നെയും നിന്റെ കുടുംബത്തെയും, உன்னையும் உன் குடும்பத்தையும் ഞാൻ അനുഗ്രഹിക്കുമെന്ന് நான் ஆசீர்வதிப்பேன் என்று പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിനകത്ത്, உன்னுடைய வீட்டுக்குள்ள ജോസഫിന്റെ മേൽ, ஒரு யோசேப்பின் மேல் ശക്തി ഇറങ്ങുന്നു. தேவ வல்லமை இறங்குகிறது. இப்பொழுது பெற்றுக்கோ. கையை தட்டி ஆண்டவரை